ഹലോ. പ്രവാസികൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട സെൽഫ് പേ സ്കീം, അതായത് സെൽഫ് പേയ്മെൻറ്റ് മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരുടെയും ബില്ലുകൾ പേ ചെയ്യുകയാണ് അല്ലേ. നമ്മൾ വൈഫിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നു, നമ്മളുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നു, മക്കളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നു. ഇവരുടെ എല്ലാം ആവശ്യങ്ങൾ നമ്മളിവിടെ നിന്ന് പേ ചെയ്യുകയാണ്. വൈഫിൻ്റെ ബില്ലുകൾ, അതുപോലെ വീട്ടിലെ ബില്ലുകൾ, മാതാപിതാക്കളുടെ ചിലവുകൾ, എല്ലാ കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവ് എല്ലാം നമ്മൾ പേ ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു പ്രവാസി ആ പ്രവാസിക്ക് വേണ്ടി എന്ത് പേ ചെയ്തു, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അതാണ് അവൻ്റെ മുന്നോട്ടുള്ള റിട്ടയർമെൻറ്റ് പ്ലാനിനെ നിർണ്ണയിക്കുന്നത്. പലരോടും ചോദിച്ചാൽ 0 എന്നായിരിക്കും ഉത്തരം. എന്നാൽ ഇന്നു മുതൽ അത് പാടില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന പ്രവാസികൾ അവനക്ക് വേണ്ടിയിട്ട് ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവണം. ഇപ്പം നാട്ടിൽ കൂലിപ്പണിക്ക് പോകുന്ന ആളാണെങ്കിൽ ഒരു ദിവസം പണിയെടുത്താൽ 800 മുതൽ 1500 രൂപ വരെ ആൾക്ക് കിട്ടും. പക്ഷേ ഇത്രയധികം റിസ്ക്കുകൾ എടുത്ത് ഇത്രയും ജോലി ചെയ്ത് നാട്ടിലെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്ന പ്രവാസി അവന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല, പാടില്ല. അപ്പം നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം എത്ര രൂപ പേ ചെയ്യണം. 500 രൂപയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാസം 15000 രൂപ. നിങ്ങൾ തീരുമാനിക്കുക, ഈ പണം ഞാൻ എവിടെ നിക്ഷേപിക്കണം. ഗോൾഡിൽ നിക്ഷേപിക്കണോ, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണോ, ഇനിയിപ്പോൾ ബാങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഇടണോ. പക്ഷേ എവിടെ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ഈ പേയ്മെൻറ്റ് നിങ്ങൾ നടത്തിയിരിക്കണം. ഒരു മാസം, ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേയ്മെൻറ്റ് ചെയ്യണം. ഒരു 500 രൂപ ഡെയിലി, അല്ലെങ്കിൽ ഒരു മാസം സാലറി വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേയ്മെൻറ്റ് നിങ്ങൾ മാറ്റണം. അത് കമ്പൽസറി ആയിട്ടുള്ള സെൽഫ് പേ മെത്തേഡാണ്. അതൊരു സെൽഫ് പേ സ്കീമാണ്. നിങ്ങളുടെ വില ഇടണം. അതെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന എനിക്ക് 800 രൂപ ഒരു ദിവസം പേ ചെയ്യുക, വെരി ഗുഡ്. ഒരു 24,000 25,000 രൂപ, അല്ലെങ്കിൽ അതിന് മുകളിൽ വേണോ, 1000 രൂപ വേണോ, എമൗണ്ടൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുക. പക്ഷേ ഈ സെൽഫ് പേ സ്കീമിൽ ഇനിയും നിങ്ങൾ പങ്കാളികളായില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ മാസം മുതൽ തുടങ്ങുക. പ്രവാസികൾ നിർബന്ധമായിട്ടും അവനവന് വേണ്ടിയിട്ടൊരു ബില്ല് പേ ചെയ്യുക. 500, 1000, ഈവൻ 100 എന്തോ ആയിക്കോട്ടെ, പേ ചെയ്തിരിക്കണം. ഓക്കെ, താങ്ക് യു.